ഇപ്പോൾ കെ എം മാണിയുടെ യാത്ര പാലായിലേക്കുള്ള യാത്രയ്ക്കിടെ കരിങ്കൊടി കാണിച്ചിരിക്കുന്നു. പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നു. പത്തനംതിട്ടയിലെ പ്രതിഷേധത്തിന്റെ വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ലെസ്ലി ജോൺ ചേരുന്നു. ലെസ്ലി, സ്വീകരണ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രതിഷേധവും ശക്തമായി ഉയരുന്നു മാണിക്കെതിരെ. അതാണോ ഇന്ന് പത്തനംതിട്ടയിൽ നിന്ന് കണ്ടത്? എന്തായിരുന്നു വിശദാംശങ്ങൾ? അജിംഷാദ്, ധനമന്ത്രി സ്ഥാനം രാജിവെച്ച കെ എം മാണി MC റോഡ് വഴിയാണ് പാലയിലേക്കുള്ള യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും കൊല്ലം ജില്ലയിലും പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലായാണ് ഇദ്ദേഹത്തിന് വലിയ തോതിലുള്ള സ്വീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ കെ എം മാണി ഉള്ളത് കൊട്ടാരക്കരയിലാണ്. കൊട്ടാരക്കരയിലെ സ്വീകരണ പരിപാടിക്ക് ശേഷം ഏനാത്ത് ഒരു വമ്പിച്ച സ്വീകരണ പരിപാടി വെച്ചിട്ടുണ്ട്. അവിടുന്ന് അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ച് അടൂർ ടൗണിലേക്ക് എത്തി. അടൂരിലാണ് അദ്ദേഹത്തിന്റെ പൊതുയോഗം സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ കരിങ്കോടിയും മായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മാണി ഇപ്പോഴും ഈ പ്രതിഷേധ യോഗ സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല. വലിയ തോതിലുള്ള പോലീസ് സന്നാഹങ്ങൾ സ്ഥലത്ത് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഡിവൈഎഫ്ഐക്കാർ ഇപ്പോൾ പത്തനംതിട്ട അടൂർ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു. അവർ മാണിയുടെ യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് പ്രതിഷേധ പ്രകടനവുമായി മുൻപോട്ട് പോകുകയാണ്. പോലീസിന്റെ വലിയ സന്നാഹം സ്ഥലത്ത് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യവും വളരെ പ്രത്യേകതയാണ്. മാണി എത്തിക്കഴിഞ്ഞു. മാണിക്കെതിരെ വലിയ തോതിൽ കരിങ്കൊടി പ്രകടനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. പോലീസ് നോക്കി നിൽക്കുകയാണ്. കാഴ്ചകളെല്ലാം തന്നെ വന്നിരിക്കുന്നു. മാണിയുടെ വണ്ടി ഇതാ പൊതുയോഗ സ്ഥലത്തേക്ക് എത്തുകയും പ്രതിഷേധം വലിയ ശക്തിയായ തോതിലേക്ക് മാറുകയുമാണ് ചെയ്യുന്നത്. അജിംഷാദ്, അതായത് ലെസ്ലി, കരിങ്കൊടി കാണിക്കുന്നവർക്ക് നേരെ പോലീസ് ഏതെങ്കിലും തരത്തിൽ തടസ്സങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ? ഒപ്പം മാണി ഇപ്പോൾ അവിടെ എത്തുമ്പോൾ കരിങ്കൊടി കാണിക്കുന്നവർ എങ്ങനെ? മറ്റു വിശദാംശങ്ങൾ കൂടി ലെസ്ലി. അജിംഷാദ്, നേരത്തെ തന്നെ അടൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള ഒരു പോലീസ് സംഘം സ്ഥലത്ത് നിലയുറപ്പിക്കുകയും ചെയ്തിരുന്നു. അവർ ഏത് തരത്തിൽ വേണം ഇക്കാര്യങ്ങൾ നിയന്ത്രിക്കാൻ എന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ അടൂർ ഡിവൈഎസ്പി അടക്കമുള്ളവർ മറ്റുള്ളവരും ചെയ്തിരുന്നു. ഇപ്പോൾ കരിങ്കൊടി കാണിച്ച പ്രവർത്തകർക്ക് നേരെ ചെറിയ തോതിലുള്ള ബലപ്രയോഗത്തിന് പോലീസ് തയ്യാറെടുക്കുകയാണ്. വലിയ ജാഗ്രതയോട് കൂടി തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിലയുറപ്പിച്ചു കഴിഞ്ഞു. വലിയ തോതിലുള്ള പ്രതിഷേധം ഇത് ആർത്തിരമ്പുകയാണ്. ഒപ്പം തന്നെ അടൂർ ടൗണിലെ വലിയ തോതിലുള്ള ഗതാഗത കുരുക്കും സംജാതമായിരിക്കുന്നു. അജിംഷാദ്, അതായത് അടൂരിൽ മാണി എത്തുമ്പോൾ സ്വീകരണം നൽകാൻ കേരള കോൺഗ്രസുകാർ ഒത്തുകൂടുമ്പോൾ തീർച്ചയായും പ്രതിഷേധക്കാർ ഉയർത്തുന്നത് അഴിമതിക്കാരനാണ് മാണി. ജനങ്ങളുടെ അധികാരത്തിലിരുന്നു കൊണ്ട്, ജനങ്ങളെ ഏൽപ്പിച്ച അധികാരത്തിലിരുന്നു കൊണ്ട് മാണി അഴിമതി നടത്തേണ്ടി വരുന്നു. അത് ഒരുപക്ഷെ മാധ്യമ ഇടപെടലും ജുഡീഷ്യറിയുടെ ഇടപെടലും ഒക്കെ കൊണ്ട് മാണിക്ക് ഒഴിയേണ്ടി വരുന്ന സാഹചര്യം. ഇവിടെ സ്വീകരണം നൽകേണ്ട പ്രസക്തിയില്ല എന്നതാണോ പ്രതിഷേധക്കാർ കരിങ്കൊടി ഉയർത്തുമ്പോൾ വിളിച്ചു പറയുന്നത്? മുദ്രാവാക്യം എന്ത്? അവിടുത്തെ വിശദാംശങ്ങൾ കൂടുതലായി നൽകുമ്പോൾ ലെസ്ലി. അജിംഷാദ്, ഡിവൈഎസ്ഐക്കായി ഉയർത്തിയിരിക്കുന്ന പ്ലക്കാർഡുകളിലെല്ലാം തന്നെ നോട്ടെണ്ണുന്ന യന്ത്രം വിൽക്കാനുണ്ട്. ഒപ്പം തന്നെ അഴിമതി പണവും പാലയ്ക്ക് കൊണ്ടുപോകുന്ന പാണിക്ക് തിരിച്ചയപ്പ് സ്വീകരണം എന്ന വാക്യവുമായാണ് ഇവർ പ്രതിഷേധവുമായി. മാണിയെ സ്വീകരിച്ചുകൊണ്ടുള്ള വാഹനം ഇതാ അടൂർ ടൗണിലേക്ക് കടന്നു കഴിഞ്ഞു. അനൗൺസ്മെന്റ് വാഹനമാണ് ആദ്യം എത്തിയത്. വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് കാരണമാകുന്നു. പോലീസ് വലിയ ബലപ്രയോഗത്തിലേക്ക് പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. വളരെ വലിയ തോതിലുള്ള സംഘർഷം സ്ഥലത്ത് നിലനിൽക്കുകയാണ്. എന്തായാലും ഇത്രയും നേരം ഉണ്ടായ പ്രതിഷേധത്തിൽ നിന്നെല്ലാം വിഭിന്നമായി വലിയ തോതിൽ പോലീസുമായി വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പോലീസ് ബലപ്രയോഗത്തിലൂടെ പ്രവർത്തകരെ തള്ളിമാറ്റുകയാണ്. നഗരത്തിൽ MC റോഡിന്റെ വശത്താണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. MC റോഡ് എന്ന് പറയുമ്പോൾ അടൂർ KSRTC സ്റ്റാൻഡിന് മുൻവശമാണ്. വലിയ ഗതാഗത തിരക്കുള്ള ഒരു പ്രദേശം കൂടിയാണിത്. ഇപ്പോൾ ജോസഫ് പുതുശ്ശേരി, വിക്ടർ തോമസ് എന്നീ കേരള കോൺഗ്രസ് പ്രവർത്തകർ വലിയ ആക്രോശവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ വരുന്നു. അവർ കൂക്കുവിളിക്കുന്നു. പോലീസ് വളരെ ജാഗ്രതയോടുകൂടി തന്നെ ഇവരെ കൈകാര്യം ചെയ്യും എന്നുള്ള മട്ടിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. യാതൊരു പ്രകോപനമില്ലാതെ വളരെ പ്രകോപനം സൃഷ്ടിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ വിക്ടർ തോമസും അടക്കം, മാത്രമല്ല കേരള കോൺഗ്രസിന്റെ വിക്ടർ തോമസ് അടക്കം ജോസഫ് പുതുശ്ശേരി അടക്കമുള്ളവർ ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നിടത്തേക്ക് തള്ളിക്കയറാൻ ഉള്ള ശ്രമം നടന്നിട്ടുണ്ട്. അത് ഇപ്പോൾ പോലീസ് വളരെ ശാന്തതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. പ്രതിഷേധക്കാരെ MC റോഡിൽ നിന്നും തള്ളി മാറ്റി മാണിയുടെ വണ്ടിക്ക് മുമ്പോട്ട് പോകാനുള്ള അവസരം ഒരുക്കുകയാണ്. എന്തായാലും മാണി പൊതുയോഗ സ്ഥലത്തേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അതായത് ലെസ്ലി, തീർച്ചയായും അവിടുത്തെ ബഹളങ്ങളിൽ നിന്നും ലെസ്ലിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നു അവിടുത്തെ പ്രതിഷേധത്തിന്റെ കനം എത്രയെന്ന്. ഒരുപക്ഷെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കരിങ്കൊടി ഉയർത്തുമ്പോൾ അത് പോലീസ് തടയുന്നതോടൊപ്പം തന്നെ കേരള കോൺഗ്രസുകാരായ ജോസഫ് പുതുശ്ശേരി അടക്കമുള്ളവരാണോ പ്രതിരോധം തീർക്കുന്നത് പ്രതിഷേധക്കാർക്കിടയിൽ? ആ കാര്യങ്ങൾ കൂടി ലെസ്ലി.
തീർച്ചയായും പ്രതിഷേധക്കാരെ യാതൊരു തരത്തിലുള്ള പ്രകോപനത്തിലേക്കും പോലീസ് കൊണ്ടുപോകുന്നില്ല എന്നത് വളരെ വസ്തുതാപരമായ ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനമായത് മാണിക്കെതിരെ കോഴ വിവാദത്തിൽ രാജിവെച്ച മാണിക്കെതിരെയുള്ള പ്രതിഷേധമെന്ന പ്രതീകാത്മകമായ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ നടത്തുന്നത്. ചില വാക്കുതർക്കങ്ങൾ പോലീസ് ഓഫീസറുമായി ഉണ്ടാകുന്നുണ്ട്. അത് പരം വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ലെങ്കിലും മാണിയുടെ അടക്കമുള്ള കേരള കോൺഗ്രസ് പ്രവർത്തകരുടെ വണ്ടിക്ക് നേരെ കരിങ്കോടി പ്രയോഗം നടത്തുക, കരിങ്കോടി കാണിക്കുക എന്നുള്ള വലിയ പ്രതിഷേധ മാർഗം തന്നെയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വളരെ സമാധാനപരമായി റോഡിന്റെ ഒരു സൈഡിൽ നിന്നും പ്രതിഷേധം നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തകർക്ക് ഇടയിലേക്ക് കേരള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായ വിക്ടർ തോമസ് ഉൾപ്പെടെയുള്ള ജോസഫ് മുത്തേരി ഉൾപ്പെടെയുള്ളവർ ഇറങ്ങി വന്നതാണ്. ബഹളം കേൾക്കാം ലെസ്ലി. മാണി എത്തിയോ ലെസ്ലി? മാണി അടൂരിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം വേദിയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അദ്ദേഹം വേദിയിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. അതിനിടയിൽ തന്നെ MC റോഡിൽ പ്രതിഷേധം നടത്തിയിരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ബലപ്രയോഗത്തിലൂടെ ചെള്ളിയാണ് ഇവരെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. പൊതുയോഗസ്ഥലത്തേക്ക് മാണി കടന്നെത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മാണിയില്ലാത്ത വാഹനത്തിന് നേരെ മാണി ഉണ്ടാകുമെന്ന് കരുതി അവർ കരികൊടി വീഴ്ത്തുകയും ചെയ്തു. ഇപ്പോൾ ഉയർന്ന സ്ഥലത്തേക്ക് മാണി എത്തിക്കുകയും. ശരി ലെസ്ലി ജോണാണ് വിവരങ്ങൾ നൽകിയത്. പട്ടത്തു നിന്നും പാലായിലേക്ക് പുറപ്പെട്ട KM മാണിക്ക് അടൂരിൽ കരിങ്കൊടി ശക്തമായ പ്രതിഷേധമുയർത്തി രംഗത്തെത്തിയ ഡിവൈഎഫ്ഐ. അഴിമതിക്കാരനായ മാണിക്കെതിരെ ഉള്ള പ്രതിഷേധമാണ് തങ്ങളുടെ ഭാഗത്തുണ്ടാകുന്നതെന്ന് കരിങ്കൊടി ഉയർത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറയുന്നു. ഒപ്പം പ്രതിഷേധം തീർത്ത് അല്ലെങ്കിൽ പ്രതിരോധം തീർത്ത് ജോസഫ് പുതുശ്ശേരി അടക്കമുള്ള കേരള കോൺഗ്രസ്സുകാരും രംഗത്തെത്തി. പോലീസ് എന്നാൽ വലിയ പ്രകോപനം സൃഷ്ടിക്കാതെയുള്ള ഇടപെടലുകളാണ് നടത്തുന്നതെന്നും ഞങ്ങളുടെ പ്രതിനിധി ലെസ്ലി ജോൺ റിപ്പോർട്ട് ചെയ്യുന്നു. മാണി അടൂരിലെത്തി.